ഈ ചൂടുകാലത്ത് തമിഴ്നാട്ടിലൂടെ യാത്ര ചെയ്യുന്നവർ രുചിച്ചു നോക്കേണ്ട രണ്ട് നാടൻ പാനീയങ്ങളുണ്ട്. കമ്പുക്കൂളും പനനീരും. നമുക്ക് രണ്ട് പാനീയങ്ങളും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും അവയുടെ രുചിവിശേഷങ്ങളും ഒന്നറിയാം. ഐസ് ഇടാതെ പഞ്ചസാരയില്ലാതെ ജനപ്രിയമായ കമ്പത്തിൻ്റെ സ്വന്തം പാനീയമാണ് കമ്പംകൂൾ. ദാഹവും വിശപ്പും ശമിക്കുമെന്ന് മാത്രമല്ല, ആരോഗ്യത്തിനും ഗുണകരമാണ്. നെല്ല്, ചോളം എന്നിവ പോലെയുള്ള കമ്പ് എന്ന ധാന്യം കുതിർത്തരച്ചാണ് കമ്പംകൂൾ തയ്യാറാക്കുന്നത്. മോരും ഒരു പ്രധാന ചേരുവയാണ്. എരിവും പുളിയും ചേർന്ന രുചിയാണ് കമ്പംകൂളിന്. കൊടും വേനലിൽ തിളയ്ക്കുന്ന തമിഴ്നാടൻ ഗ്രാമങ്ങളിലെ പ്രധാന പാനീയമാണ് കമ്പംകൂൾ. ரொம்ப கூலிங், உடம்புக்கு ரொம்ப குளிர்ச்சி தரும். இந்த வெயில் காலத்துக்கு இது ரொம்ப ஒரு நல்ல ஒரு உணவு. നമ്മളിൽ പലരും തമിഴ്നാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണാറുള്ള ഒരു പാനീയമാണ് പനനീർ. പനങ്കൂമ്പ് ചെത്തിയെടുക്കുന്ന നീരും നൊങ്കും പനയിലയിൽ തന്നെ കുമ്പിൾ കെട്ടിയാണ് കുടിക്കാൻ തരുന്നത്. ചെറുമധുരമുള്ള ഈ പാനീയത്തിനും ആവശ്യക്കാർ ഏറെയാണ്. இதான கிடைக்கிற இடத்துல எல்லாரும் சாப்பிடுங்க. ரொம்ப நல்லது உடம்புக்கு, ரொம்ப கூலிங்கு, வயிற்றில் உடம்புல இருக்க உஷ்ணம், அப்புறம் கல்லடைப்பு அந்த மாதிரி விஷயத்துக்கெலாம் வந்து ஒரு நல்ல ஒரு மருந்து மாதிரி. ரெகுலராக ஒரு வாரம் 10 நாள் சாப்பிட்டிங்கன்னா உங்களுக்கு வயிறு வலி, உடம்பு உஷ்ணம் எல்லாமே குறையிறதுக்கு நிறைய வாய்ப்பு இருக்குது. തമിഴ്നാട്ടിലൂടെ ഒരു യാത്രയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ രണ്ട് ദാഹശമനികളും രുചിച്ചു നോക്കണം. വെയിലേറ്റ് യാത്ര ചെയ്യുന്നവർ പരമാവധി ഇത്തരം രാസപദാർത്ഥങ്ങൾ ചേർക്കാത്ത, ശരീരത്തിന് ഹാനികരമല്ലാത്ത പാനീയങ്ങൾ കുടിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. മാതൃഭൂമി ന്യൂസ്, കുമളി.